السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الفائزين. ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഏതെല്ലാം നിലയിൽ പരസ്പരം ഭാര്യ ഭർത്താക്കന്മാര് തമ്മില് മിണ്ടാതെയും സഹകരിക്കാതെയും ഒരുപക്ഷെ ചിലവിന് പോലും കൊടുക്കാതെ മാറി നിൽക്കുന്ന ദമ്പതികളെ ഇണക്കാൻ അത്ഭുതകരമായി നാം ചെയ്യുന്ന ആത്മീയമായ ചികിത്സയിലൂടെ അൽഹംദുലില്ലാഹ് അത് വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടി പറയുകയാണ്. തമ്മിൽ തെറ്റിൽ പോയ ഭർത്താക്കന്മാര്, ആ ഭർത്താവ് ഒരുപക്ഷെ തെറ്റിപ്പോയത് ചെറിയൊരു കാരണത്തിന്റെ പേരിലായിരിക്കാം. അങ്ങനെയുള്ള ഭർത്താവ് തിരികെ വരുന്നില്ല, ജോലി ചെയ്യുന്ന പൈസ അയച്ചു തരുന്നില്ല, അല്ലെങ്കിൽ ഭക്ഷണത്തിനുള്ള വക പോലും തരുന്നില്ല. ഭാര്യയെ കാണുന്നത് അദ്ദേഹത്തിന് വെറുപ്പായി, അഥവാ ഏതെങ്കിലും നിലയില് ഭാര്യയെ ജീവിച്ചിരിക്കുന്ന പോലും മനസ്സിന് അദ്ദേഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത നിലയിലുള്ള ശത്രുത വരിക. ഈ ശത്രുതയിൽ ഒരു പുരുഷനെ, ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിക്കുമ്പോൾ അവനെ അനുനയിപ്പിച്ച് നല്ല സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാനുള്ള ചില വഴികളാണ് നാം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പിണങ്ങിപ്പോയ ഭർത്താവ്, ആ ഭർത്താവ് ഉപയോഗിച്ച വസ്ത്രത്തില് ഇവിടെ നാം പ്രത്യേകം ചികിത്സാരികൾ ഉപയോഗിക്കുന്ന ഒരു കോഡ് വാക്കുണ്ട്, അല്ലെങ്കിൽ ഒരു അബ്ജദിന്റെ കണക്കുണ്ട്. അത് ആ ഭർത്താവ് ഉപയോഗിച്ച വസ്ത്രത്തിൽ എഴുതി സൂക്ഷിക്കുകയും അതോടൊപ്പം ഒരു വെള്ള പേപ്പറില് സൂറത്ത് അലം നശ്റഹ് എന്ന് തുടങ്ങുന്ന സൂറത്ത് ഓതി ആ പേപ്പറിൽ ഊതുകയും അതിൽ യാ മുതൽ അലിഫ് വരെയുള്ള അക്ഷരങ്ങൾ എഴുതുകയും ചെയ്തിട്ട് സൂറത്ത് തൗബയുടെ അവസാനത്തെ 2 ആയത്ത്, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലു ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം എന്ന് അവസാനിക്കുന്ന ആ 2 ആയത്ത് 7 ദിവസം രാവിലെ 7 പ്രാവശ്യം ഓതി വെള്ളത്തിൽ ഊതി ആ വെള്ളത്തിൽ നിന്നും അല്പം ഭാര്യ കുടിക്കുകയും, അതല്ല ഭാര്യയാണ് വരേണ്ടതെങ്കിൽ ഭർത്താവ് ഊതി കുടിക്കുകയും അല്പം മുഖം കഴുകുകയും ചെയ്ത് 7 ദിവസം ചെയ്യുക. ഇങ്ങനെ ഭർത്താവാണ് പിണങ്ങിപ്പോയതെങ്കിൽ ഭർത്താവിന്റെ വസ്ത്രത്തിൽ ഈ ദുആ എഴുതി സൂക്ഷിക്കുകയും ഈ ഓതാൻ പറഞ്ഞ 7 ദിവസം അലം നശ്റഹ് എന്ന സൂറത്ത് ഓതുകയും ചെയ്താൽ, ഓതി ദുആരക്കുകയും ചെയ്താൽ, നിങ്ങളിൽ നിന്നും വിട്ടകന്നു പോയ ഭർത്താവാണെങ്കിൽ, ഭർത്താവിന്റെ അടുത്തു നിന്ന് വിട്ടകന്നു പോയ ഭാര്യയാണെങ്കിൽ തിരിച്ചു വരും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. ഇൻഷാ അല്ലാഹ് ഈ രീതിയിൽ ഭർത്താക്കന്മാരുടെ ഭാര്യമാരുടെയും പിണക്കങ്ങൾ മാറാൻ ഈ പറഞ്ഞ ദുആ ചൊല്ലുകയും സൂറത്ത് തൗബയുടെ അവസാനത്തെ 2 ആയത്ത് ഓതുകയും അതോടൊപ്പം ആ ഭർത്താവാണ് പോയതെങ്കിൽ ഭർത്താവിന്റെ, അദ്ദേഹം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉപയോഗിച്ച വസ്ത്രം ഏതായിരുന്നാലും അതിനകത്ത് നാം ഇവിടെ പ്രത്യേകം പറയപ്പെടുന്ന ദുആയും കൂടി എഴുതി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പിണങ്ങിപ്പോയ ഭർത്താവ്, മാറി നിൽക്കുന്ന ഭർത്താവ് തിരിച്ചു നിങ്ങളുടെ അരികിൽ വരും എന്നതിൽ സംശയം ഇല്ല. ഇത് ഇനി ഭാര്യയാണ് പോയത്, ഭാര്യയാണ് തിരിച്ചു വരേണ്ടതെങ്കിലും ഇതുപോലെ തന്നെയാണ്. ഭാര്യ ഉപയോഗിച്ച ഏതെങ്കിലും ഡ്രസ്സില് നാം ഈ പറയപ്പെടുന്ന ഈ അബ്ജദിന്റെ കണക്കുകളോട് കൂടിയിട്ടുള്ള ആ ഹർഫുകളെ എഴുതി
സൂക്ഷിച്ചാൽ ഭർത്താവ് ഭാര്യ അടുത്തേക്കും വരും, ഭാര്യ ഭർത്താവിന്റെ അടുത്തേക്കും വരും. ഇൻഷാ അല്ലാഹ് ഇതോടൊപ്പം തന്നെയാണ് യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന ദിക്ർ 111 പ്രാവശ്യം എല്ലാ ദിവസവും എന്ത് പ്രശ്നം ഉള്ളവർക്കും അത് ചൊല്ലുന്നത് കൊണ്ട് 100% അവർക്ക് മനസ്സിന് സമാധാനം കിട്ടും എന്നതിൽ സംശയം ഇല്ല. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പിണങ്ങിപ്പോയ ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും അവരുടെ വസ്ത്രം, ആ വസ്ത്രം ഏതെങ്കിലും ഒന്നെടുത്ത് അതിലേക്ക് എഴുതുന്നത് അറിയാത്തവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ബന്ധപ്പെട്ടാൽ അത് എഴുതി അയച്ചു തരുന്നതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. പഠിക്കുന്ന ഇൽമുകളൊക്കെ നാഫിആക്കി അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.